എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. വൃദ്ധയായ ഒരു മാതാവ് ഉണ്ടായിരുന്നു. അവർ ചെറുപ്പം മുതലേ തന്നെ ദരിദ്രാവസ്ഥയിലാണ് വളർന്നു വന്നത്. അവരുടെ മക്കൾ അവരുടെ വളർച്ചയിലും വിദ്യാഭ്യാസത്തിലും യാതൊരു വിധത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളൊന്നും ഇല്ലാതെ വളരെ മോശമായ എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രാവസ്ഥയിൽ തന്നെയാണ് അവർ പഠിക്കുകയും വളരുകയും ചെയ്തിരുന്നത്. കാലങ്ങൾ കുറച്ച് കടന്നുപോയി. മക്കളെല്ലാം പഠിച്ച് വിദ്യാസമ്പന്നരായി. അവർക്കെല്ലാം ഉന്നതമായ സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി ലഭിക്കുവാനിടയായി. ഈ ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ മാതാവിന് ക്രിസ്തുമസിനും ഈസ്റ്ററിനും മാത്രമല്ല ജന്മ ദിവസത്തിലൊക്കെ ഇവർ നല്ല നല്ല വീട്ടുപകരണങ്ങൾ വാങ്ങിച്ച് അമ്മയ്ക്ക് സമ്മാനിക്കുക പതിവായിരുന്നു. അങ്ങനെ ആധുനിക ഉപകരണങ്ങൾ കൊണ്ട് ഈ വീട് മുഴുവൻ നിറഞ്ഞു. ഒരു ദിവസം മക്കൾ അമ്മയുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ വാങ്ങിച്ചു കൊടുത്ത എല്ലാ ഉപകരണങ്ങളും അവിടെ ഭദ്രമായി പാക്ക് ചെയ്ത് തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മാതാവ് ആ പഴയതുപോലെ തന്നെ വിറകടുപ്പിനകത്ത് പുകയുന്ന വിറകുകൾ അടുപ്പിൽ വെച്ച് കത്തിച്ച് അങ്ങനെയായിരുന്നു ഈ മാതാവ് ആഹാര പദാർത്ഥങ്ങളെല്ലാം പാചകം ചെയ്തുകൊണ്ടിരുന്നത്. മക്കൾ വാങ്ങിച്ചു കൊടുത്തതായ 2 ടോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. അത് ആഹാര പദാർത്ഥങ്ങൾ വറുത്തെടുത്ത് ഉപയോഗിക്കാൻ പര്യാപ്തമായിരിക്കുന്നതായ ഈ ടോസ്റ്ററുകളും ഈ അമ്മ ഭദ്രമായിട്ട് ഫ്രിഡ്ജിന്റെ മുകളിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അമ്മയോട് ചോദിച്ചു, എന്താ അമ്മേ ഇതെങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കൊന്നും വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പരിചയമുള്ളത്, ഞാൻ ശീലിച്ചത് വിറകടുപ്പിൽ വിറക് കത്തിച്ച് പാചകം ചെയ്താണ് ഞാൻ ഇതുവരെയും ശീലിച്ചത്. അത് തന്നെ മതി എന്ന് ഈ അമ്മ മക്കളോട് മറുപടി പറയുകയും ചെയ്തു. പറഞ്ഞാൽ ഈ മാതാവിന് അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു ഭവനമുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാവിധത്തിലുള്ള വീട്ടുപകരണങ്ങളും ആധുനിക രീതിയിലുള്ള വീട്ടുപകരണങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ മാതാവ് അതൊന്നും ഉപയോഗിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അത് ഈ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റാർക്കുമോ അത് പ്രയോജനപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. വിശുദ്ധ ബൈബിളിലും ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, മറ്റൊരുവന് 2 താലന്ത്, വേറൊരാൾക്ക് 1 താലന്ത്. ഇങ്ങനെ അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് ഈ യജമാനൻ തന്റെ ദാസന്മാർക്കെല്ലാം താലന്തുകൾ വ്യാപാരം ചെയ്യുന്നതിനു വേണ്ടി ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പരദേശത്തേക്ക് പോകുന്നത്. അക്കാലത്ത് ദാസന്മാർ അവരുടെ സ്വാധീനതയും ഉത്തരവാദിത്വവുമുള്ള സ്ഥാനത്ത് അവരെ നിയമിക്കുക എന്നുള്ളത് ഓരോ യജമാനന്മാരും ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു. ഇവിടെ ഈ യജമാനൻ പരദേശത്തേക്ക് പോകുമ്പോൾ ഇവർക്കെല്ലാം തന്നെ അവരുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം അവർക്ക് താലന്തുകൾ കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഇതുപോലെ തന്നെയാണ് രക്ഷയോടൊപ്പം വിലയേറിയ താലന്തുകളും ഓരോ വിശ്വാസിക്കും ദൈവം നൽകുന്നുണ്ട്. നിരവധി പേർ അത് പ്രയോജനപ്പെടുത്താതെ അവർക്കോ അവരുടെ കുടുംബത്തിനോ അവരുടെ സഭയ്ക്കോ അവരുടെ സമൂഹത്തിനോ യാതൊരു വിധ പ്രയോജനം ചെയ്യാതെ ഇങ്ങനെ ആ രക്ഷയും വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് ഈ ദാസന്മാരെ ഏൽപ്പിച്ച തുക എന്ന് പറയുന്നത് ഒരു ഭാരിച്ച തുകയായിരുന്നു. 1 താലന്ത് എന്ന് പറയുമ്പോൾ സാധാരണ ചിന്തിക്കുന്നത് നിസ്സാരമായിരിക്കും നാണയമെന്നായി കരുതുന്നത്. അങ്ങനെയല്ല. 1 താലന്തിന്റെ വില എന്ന് പറയുന്നത് 6000 വെള്ളിക്കാശായിരുന്നു. 6000 വെള്ളിക്കാശിന് തത്തുല്യമായിരുന്നു 1 താലന്ത് എന്ന് പറയുന്നത്. അതാണ് യജമാനൻ ഈ ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അന്നത്തെ കാലത്ത് മിഡിൽ ഈസ്റ്റിൽ, ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ഒത്ത പുരുഷൻ ജോലി ചെയ്താൽ കിട്ടുന്നത് അവന്റെ കൂലി എന്ന് പറയുന്നത് 1 വെള്ളിക്കാശായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേലക്കാരോട് അവൻ
ദിവസത്തേക്ക് 1 വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. മത്തായി 20:2. അപ്പോ ഒരു പുരുഷൻ ഗൾഫിൽ ഒരു ദിവസം ജോലി ചെയ്താൽ അവന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 1 വെള്ളിക്കാശാണ്. അങ്ങനെയാണെങ്കിൽ ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 6000 പുരുഷന്മാർ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ ഫലമാണ്, അല്ലെങ്കിൽ ആ കൂലിയാണ് ഈ യജമാനൻ ഈ ദാസന്മാരെ ഏൽപ്പിച്ചത്. അങ്ങനെ 5 താലന്ത് കിട്ടിയവരുണ്ട്, 2 താലന്ത് കിട്ടിയവരുണ്ട്, 1 താലന്ത് കിട്ടിയവരുണ്ട്. ഇതിൽ 5 താലന്ത് കിട്ടിയവൻ അവൻ വ്യാപാരം ചെയ്തു, 2 താലന്ത് കിട്ടിയവൻ വ്യാപാരം ചെയ്തു. എന്നാൽ ഈ 1 താലന്ത് അഥവാ 6000 വെള്ളിക്കാശ് തത്തുല്യമായിരുന്ന സമ്പത്ത് കിട്ടിയതായ മനുഷ്യൻ ഒരു കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് ഇത് കുഴിച്ചു എന്ന് പറഞ്ഞാൽ ഈ താലന്തിന്റെ വില ഇവൻ മനസ്സിലാക്കിയില്ല. ഇതിന്റെ പ്രയോജനം അവനോ അവന്റെ കുടുംബത്തിനോ അവന്റെ ദേശത്തോ അവന്റെ സഭയ്ക്കോ പ്രയോജനപ്പെടുവാനിടയായില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന താലന്ത് എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന ധനം, ജ്ഞാനം, വിദ്യാഭ്യാസം, ആരോഗ്യം, സ്വാധീനം, അതുപോലെ തൊഴിൽ, അതുപോലെ കൃപാവരങ്ങൾ, ഇതെല്ലാം ഈ താലന്തുകളിൽ പെടുന്ന കാര്യമാണ്. ഒരു താലന്ത് ലഭിക്കാത്തതായി ഒരു വിശ്വാസിയും ഇല്ല. എല്ലാവർക്കും ദൈവം അവരവർക്ക് യോഗ്യമായിരിക്കുന്ന രീതിയിൽ താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വ്യാപാരം ചെയ്യുന്നില്ല, അതിന്റെ പ്രയോജനം അവർ മനസ്സിലാക്കുന്നില്ല. ചിലർ കാണാം രക്ഷിക്കപ്പെട്ട അതേപോലെ തന്നെ മരണം വരെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെ അങ്ങനെ സൃഷ്ടിച്ചതുകൊണ്ടല്ല, ഇവർക്കെല്ലാം താലന്തുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ, എന്താണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് മനസ്സിലാക്കാതെ, ഈ ഒരു താലന്ത് കിട്ടിയതായ വ്യക്തി 6000 വെള്ളി നാണയത്തിന് തുല്യമായിരിക്കുന്നതായ സമ്പത്ത് കിട്ടിയവൻ അത് കുഴിച്ചിട്ടിട്ട് യജമാനൻ വന്നപ്പോ തിരിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ യജമാനൻ അവനെ വിളിച്ചത് എന്താണെന്നറിയാമോ? ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ് വിളിച്ചത്. ഇവിടെ 25-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, കൊള്ളരുതാത്തവനായ ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പറഞ്ഞാൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ കൃത്യമായി വ്യാപാരം ചെയ്ത് അത് അവനവനും അതുപോലെ ഒരു കുടുംബത്തിനും മറ്റുള്ളവർക്കെല്ലാം അത് പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ, നീ ഉൾപ്പെടുത്തി നൽകിയ സമൂഹത്തിന് നിന്നെ കൊണ്ട് പ്രയോജനമില്ല എങ്കിൽ അവരെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുമെന്ന തിരുവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച്, പ്രയോജനമില്ല എന്ന് കരുതിയിരുന്നതായ മർക്കോസ് പിന്നീട് പ്രയോജനമുള്ളവനായി തീർന്നു. പ്രവർത്തന പുസ്തകം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും 2 തിമോത്തി 4-ന്റെ 11-ാം വാക്യത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പൗലോസ് പറഞ്ഞ് മർക്കോസ് പ്രയോജനമില്ലാത്തവനാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ അതേ പൗലോസ് പറയുകയാണ്, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാണ്, അവനെ കൂട്ടിക്കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരിക്കൽ പ്രയോജനമില്ലാതിരുന്ന ഒനേസിമോസ് പ്രയോജനമുള്ളവനായി തീർന്നു എന്ന് ഫിലമോന്റെ പുസ്തകം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, ദൈവം ആരെയും പ്രയോജനമില്ലാത്തവരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം പ്രയോജനമുള്ളവർ. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ധനം, നിനക്ക് നൽകിയ ജ്ഞാനം, നിനക്ക് നൽകിയ വിദ്യാഭ്യാസം, നിനക്ക് നൽകിയ തൊഴിൽ, നിനക്ക് നൽകിയിരിക്കുന്ന പ്രാപ്തി, നിനക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ, അത് നീ പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്തില്ല എങ്കിൽ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് വിളിച്ച് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നത് പോലെ അങ്ങനെ അവസ്ഥയിലേക്ക് പോകുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളവരായി തീരാം. കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആകയാൽ നമ്മുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി കർത്താവ് നിങ്ങളേവരെയും സഹായിക്കും. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കിടന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല, ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കാരണം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറട്ടെ. ഏവർക്കും നന്ദി.